നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സന്ധ്യ മാഡം പറഞ്ഞാൽ എന്തു പറയുന്നോ അത് അതേപടി അനുസരിക്കുകയായിരുന്നു ആ നടി ചെയ്തത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ എന്തായിരുന്നു നടന്നതെന്നുള്ളത് തുറന്നു പറയുകയാണ് നിർമ്മാതാവും തിയേറ്റർ ഉടമകളുടെ മുൻ സംഘടനാ നേതാവുമായിട്ടുള്ള ലിബർട്ടി ബഷീർ. ഈ വിധിയൊക്കെ നേരത്തെ താൻ പ്രതീക്ഷിച്ചതുകൂടിയായിരുന്നു. കാരണം ഈ കേസ് കൈകാര്യം ചെയ്ത പ്രോസിക്യൂഷന്റെ ഗുരുതരമായ വീഴ്ചയെക്കുറിച്ചും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് വാർത്തകളിൽ വീണ്ടും ഇടം നേടുന്നു മാഡം എന്ന ആ പേര്. ആരാണ് ശരിക്കും ആ മാഡം? ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നു വന്ന മാഡം അത് കാവ്യയാണെന്ന രീതിയിലൊക്കെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. കാവ്യയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ശരിക്കും ഇതിൻ്റെ പിന്നിൽ ഒരു കിങ് പിന്നായി പ്രവർത്തിച്ച ഒരു മാഡം ഉണ്ടായിരുന്നുവെന്ന ആക്ഷേപം കൂടിയാണ് ഈ ഘട്ടത്തിൽ ബലപ്പെടുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ എന്തുകൊണ്ട് ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടു? ദിലീപ് കുറ്റക്കാരനായി. അത് ഒരു ഉന്നത ഉദ്യോഗസ്ഥയുടെ മുഖം രക്ഷിക്കാനുള്ള നടപടിയായിരുന്നു. അതിനു മുന്നേ കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി നേരിട്ടതിൻ്റെ അപമാനം മറയ്ക്കാൻ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ചെയ്ത ഒരു കള്ളക്കളിയായിരുന്നു. ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പലരും ഉയർത്തുന്നത്. ദിലീപ് കേസ് മാത്രമല്ല, മറ്റ് പ്രധാന കേസുകളിലും ഇപ്പോൾ പലരും ആരോപണ വിധേയമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ മാഡത്തെ തന്നെയാണ്. എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള RV ബാബു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് തന്നെയാണ് ഇതിനാധാരമായി പറയേണ്ടിയിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ആദ്യം വായിക്കാം, അതിനുശേഷം വിശദമായ വാർത്തയിലേക്ക് വരാം. TP സെൻകുമാർ മാത്രമല്ല, ശ്രീലേഖ IPS ഈ കേസിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന തെളിവുകളില്ല എന്ന് പറഞ്ഞിരുന്നു. ദിലീപ് ആരോപിക്കുന്നത് ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്ന IG സന്ധ്യ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ്. സന്ധ്യയെക്കുറിച്ച് മുൻപ് ഇതേപോലെ ആരോപണം ഉന്നയിച്ചത് ഗംഗേശാനന്ദ സ്വാമികളായിരുന്നു. നിരപരാധിയായിരുന്ന സ്വാമിയെ കുറ്റവാളിയാക്കാൻ ആസൂത്രിതമായ ശ്രമം നടന്നതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പിന്നീട് എതിർകക്ഷിയായിരുന്ന പെൺകുട്ടി തന്നെ അക്കാലത്ത് വെളിപ്പെടുത്തിയിരുന്നു. സന്ധ്യയുടെ വിശ്വാസ്യത സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണെന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം പങ്കുവച്ച ഈ പോസ്റ്റിന് ശേഷം എന്തായിരുന്നു അന്ന് ജനനേന്ദ്രിയം മുറിച്ച കേസ് പിന്നീട് സംഭവിച്ചത്? ഇന്ന് ആ കേസ് എവിടെ എത്തി നിൽക്കുന്നു? രണ്ട് വിഷയങ്ങൾ, ദിലീപ് കേസും മറ്റൊന്ന് ഗംഗേശാനന്ദ സ്വാമിയുടെ കേസ് അട്ടിമറിച്ചതിൽ സന്ധ്യയ്ക്ക് പങ്കുണ്ടോ എന്നുള്ളത്. സ്വാമിയുടെ ലിംഗം മുറിച്ച സംഭവവും ദിലീപിൻ്റെ അറസ്റ്റും സർവത്ര ദുരൂഹത നിറഞ്ഞതായിരുന്നു എന്ന വാർത്തകൾ ഒരു 3 വർഷം മുന്നേ തന്നെ വന്നതായിരുന്നു. സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു തിരുവനന്തപുരം പേട്ടയിൽ സ്വാമിയുടെ ലിംഗം മുറിച്ച ആ കേസ്. എന്നാൽ പിന്നീട് പോയത് സ്വാമി പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മറ്റ് നിർവാഹമില്ലാതെ താൻ ചെയ്തൊരു കൃത്യമായിരുന്നു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. പക്ഷേ കാര്യങ്ങൾ പിന്നീട് മാറി മറിഞ്ഞു. കേസിലെ പരാതിക്കാരിയായ പെൺകുട്ടിയും സുഹൃത്തും ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി സ്വാമിയുടെ ലിംഗം മുറിച്ചു എന്നാണ് ക്രൈംബ്രാഞ്ച് അന്തിമ റിപ്പോർട്ടിലൂടെ കണ്ടെത്തിയത്. അതായത് വാദി തന്നെ പ്രതിയായ അവസ്ഥ. ഗംഗേശാനന്ദ സ്വാമി പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആക്രമിച്ചുവെന്ന് ആദ്യം മൊഴി കൊടുത്ത പെൺകുട്ടി അത് പിന്നീട് മാറ്റിപ്പറയേണ്ട സാഹചര്യമുണ്ടായി. പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ തൻ്റെ ജനനേന്ദ്രിയം മുറിച്ച സംഭവം അന്നത്തെ ADGP ആയിരുന്ന സന്ധ്യയുടെ അറിവോടുകൂടിയാണെന്നാണ് സ്വാമി ആരോപിച്ചത്. അതിനുള്ള കാരണവുമുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം സംരക്ഷിക്കാൻ താൻ മുൻകൈയെടുത്തതാണ് സന്ധ്യയ്ക്ക് തന്നോടുള്ള വിരോധത്തിന് കാരണം. അതിൽ കൂടുതൽ കരുത്തു പകരുന്നതാണ് ഇപ്പോൾ ലിബർട്ടി ബഷീർ നൽകിയിരിക്കുന്ന കഴിഞ്ഞ ദിവസത്തെ പ്രതികരണവും. അതായത് ദിലീപ് കേസും ഈ സ്വാമിയുടെ കേസും എങ്ങനെ ബന്ധപ്പെടുമെന്നുള്ളത് അതിലേക്ക് വ്യക്തമായി തന്നെ വരാം. അതിനു മുന്നേ ലിബർട്ടി ബഷീർ പറഞ്ഞൊരു കാര്യം കൂടി മനസ്സിലാക്കുക. പല പ്രാവശ്യം തിരുവനന്തപുരത്ത് ക്യാമ്പ് ഹൗസിൽ പോയി സന്ധ്യ മാഡത്തെ നേരിട്ട് കണ്ട് താൻ പറഞ്ഞു, മാഡം, ഈ പ്രോസിക്യൂഷനും വക്കീലന്മാരും പോരാ, സുപ്രീം കോടതിയിൽ നിന്നും നല്ലൊരു വക്കീലിനെ കൊണ്ടുവരണം, അതിനുള്ള ധനസഹായം ഞാൻ ചെയ്യാം. പക്ഷേ അവർ അന്ന് അതിന് സമ്മതിച്ചില്ല. ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടുപോയി. വിചാരണ കോടതിയുടെ വിധി ഇങ്ങനെ വരുമെന്ന് നേരത്തെ തന്നെ താൻ പ്രതീക്ഷിച്ചതായിരുന്നു. ഈ കുട്ടിയോട് ഞാൻ പല പ്രാവശ്യം നേരിട്ട് ആവശ്യപ്പെട്ടതായിരുന്നു സ്വന്തമായിട്ടൊരു വക്കീലിനെ വെക്കാൻ വേണ്ടി. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് പകരം ഏത് പ്രതിക്കും സ്വന്തമായി അല്ലെങ്കിൽ വാദിക്കും ഒരു വക്കീലിനെ വയ്ക്കാൻ അവകാശം ഇന്ത്യൻ നിയമത്തിലുണ്ട്. എന്നാൽ നടിയാകട്ടെ തൻ്റെ ഉപദേശം അനുസരിച്ചില്ല. ദിലീപ് ആകട്ടെ പ്രഗത്ഭരായ വക്കീലന്മാരെ കൊണ്ടുവന്നു. ഡൽഹിയിൽ നിന്നും സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന വക്കീൽമാരെയും കേരളത്തിൽ തന്നെയുള്ള പ്രഗത്ഭ വക്കീൽമാരെയും ഒക്കെ തന്നെ എത്തിച്ചു. ഇവളൊന്നും പൈസ ചെലവാക്കിയിട്ടുമില്ല, നല്ല നല്ല വക്കീൽമാരെ കൊണ്ടുവന്നിട്ടുമില്ല, ആരും പറയുന്നതാകട്ടെ കേട്ടിട്ടുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ദിലീപ് തൻ്റെ അടുത്ത സുഹൃത്തായിട്ട് പോലും സത്യം തിരിച്ചറിഞ്ഞപ്പോൾ താൻ നടിക്കൊപ്പം ഉറച്ചു നിന്നു. ഈ കുട്ടിയെ സിനിമയിൽ കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ് ഞാൻ. എനിക്ക് അത്രയും അടുപ്പമുള്ള കുട്ടിയാണ്. എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് പോലും അന്ന് അതൊന്നും തന്നെ അനുസരിച്ചില്ല. അതിനുള്ള കാരണം
അവൾക്ക് സന്ധ്യ മാഡം ലോക്കൽ ഗാർഡിയൻ പോലെയായിരുന്നു. എന്ത് കാര്യവും സന്ധ്യ മാഡത്തോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യൂ. അതുകൊണ്ട് തന്നെ ഈ കേസ് ഒരിക്കലും വിജയിക്കില്ല എന്ന് തനിക്കറിയാമെന്നാണ് ലിബർട്ടി ബഷീർ പറയുന്നത്. ദിലീപിൻ്റെ സ്നേഹിതനാണ്. ദിലീപിനെ കൂടി വെറുപ്പിച്ചാണ് ഈ വിഷയത്തിൽ അതിജീവിതയ്ക്ക് വേണ്ടി വാദിച്ചത്. പക്ഷേ ഇവളാകട്ടെ നിന്നതുമില്ല എന്നാണ് ലിബർട്ടി ബഷീർ പറയുന്നത്. എന്തുകൊണ്ട് ലിബർട്ടി ബഷീറിൻ്റെ ഈ വാക്കുകൾ എന്ന് ചോദിച്ചാൽ അവിടെയും പറയുന്നു പ്രധാനമായും നടിയെ നിയന്ത്രിച്ചിരുന്നത് മാഡം തന്നെയായിരുന്നു. ഇനി രണ്ടാമത്തെ കേസ്, ജനേന്ദ്രിയം മുറിച്ച കേസിൽ DGP സന്ധ്യയ്ക്കെതിരെ ഗുരുതര ആരോപണം ഉയർത്തിയത് സ്വാമി ഗംഗേശാനന്ദയായിരുന്നു 3 വർഷങ്ങൾക്ക് മുൻപ്. സന്ധ്യയെക്കുറിച്ച് പല റിപ്പോർട്ടുകളും വരാനുണ്ടെന്നും ജനേന്ദ്രിയം മുറിച്ചതിന് പിന്നിൽ 3 പേരുണ്ടെന്നും തൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നുമാണ് സ്വാമി എന്ന് പറഞ്ഞത്. വലിയൊരു ഗൂഢാലോചനയുണ്ട്, അതിൻ്റെ ബുദ്ധികേന്ദ്രം സന്ധ്യയാണെന്നുമെന്ന് ആരോപിച്ചിരുന്നു. തൻ്റെ ഒപ്പമുള്ള 3 പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത്രയുമായിട്ടും ഇരയായ തനിക്കെതിരെ കേസെടുക്കുന്ന നടപടി പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പെൺകുട്ടി ജനേന്ദ്രിയം മുറിച്ച സമയത്ത് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ സ്വാമി പക്ഷെ പിന്നീട് സംഭവത്തിന് ശേഷം പെൺകുട്ടി ആദ്യം പോയത് സന്ധ്യയുടെ വീട്ടിലേക്കാണെന്നാണ് ഒരു അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി നേരിട്ട് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലേക്ക് പോയത്? എന്നിട്ടും കേസിൽ 5 വർഷമായിട്ടും കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ലായിരുന്നു. കേസ് വൈകിപ്പിക്കുകയായിരുന്നുവെന്ന് സ്വാമി ആരോപിച്ചു. ശേഷം ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. ഈ വർഷമാകട്ടെ കോടതി അത് മടക്കുകയും ചെയ്തു. മാർച്ച് മാസത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്, 2025. സ്വാമി ഗംഗേശാനന്ദയെ പ്രതി ചേർത്തുള്ള കുറ്റപത്രമാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മടക്കിയത്. താൻ ആരെയും പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. സന്ധ്യയുടെ സ്വാധീനത്തിൽ ആ പെൺകുട്ടി തനിക്കെതിരെ പീഡനം ആരോപിച്ചു. ഒരു ക്രിമിനൽ ഗൂഢാലോചന, അതിപ്പോൾ സൂപ്രധാനം നടത്തിയാലും IPSകാർ നടത്തിയാലും കുറ്റം തന്നെയാണ്. അതിലൊരു വ്യത്യാസവുമില്ല, അത് തെറ്റ് തന്നെയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ഉൾപ്പെടെയുള്ളവരുടെ ഫോണുകൾ പരിശോധിച്ച ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് സ്വാമി ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ട് അവിടേക്ക് ആദ്യം ഓടിയെത്തി പൾസർ സുനി ദിലീപിലേക്ക് ഓടിയെത്തി എന്ന് പറയുന്നത് പോലെ ഈ കുറ്റകൃത്യം ചെയ്ത പെൺകുട്ടി ADGP സന്ധ്യയുടെ വീട്ടിലേക്ക് ഓടിയെത്തിയിട്ട് അവരുടെ ഫോണുകൾ പരിശോധിക്കാതിരുന്നത്, അവരുടെ പശ്ചാത്തലം അന്വേഷിക്കാതിരുന്നത്? നടി ആക്രമിക്കപ്പെട്ട കേസിൽ കാവ്യയുടെ കടയിലേക്ക് പൾസർ സുനി പോയെന്ന് പറയുന്ന പോലീസ് എന്തുകൊണ്ടാണ് സന്ധ്യയുടെ വീട്ടിലേക്ക് സ്വാമിയുടെ ലിംഗം ഛേദിച്ച പെൺകുട്ടി എന്തിനു പോയി എന്ന ചോദ്യത്തിന് മറുപടി തേടാതിരുന്നത്? നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചന മുൻനിർത്തി ദിലീപിനെ അറസ്റ്റ് ചെയ്തു തന്നെ സ്വാമിയുടെ ലിംഗം ഛേദിച്ച ഈ സംഭവത്തിൽ സന്ധ്യയ്ക്കെതിരെ നിരവധി ആക്ഷേപങ്ങൾ അന്ന് ഉയർന്നുവെന്നതിനെ വഴിതിരിച്ചു വിടാനാണെന്നുള്ള ആരോപണം പോലും അന്ന് ശക്തമായി ഉയർന്നു കേട്ടിരുന്നു. 2017 ജൂലൈ 10 ദിലീപ് അറസ്റ്റിലായിരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് 2017 മെയ് 20 സ്വാമിക്കെതിരായ ആക്രമണം ഉണ്ടായത്. ശേഷം കാര്യങ്ങൾ മറിഞ്ഞു. അപ്പോഴാണ് പിടിവള്ളി പോലെ നടിയെ ആക്രമിച്ച കേസ് വന്നു കിട്ടിയത്. ഇത് സംബന്ധമായി സന്ധ്യയ്ക്കെതിരെ ആരോപണം നേരത്തെ ശക്തിപ്പെട്ടപ്പോൾ ആ ഘട്ടത്തിലാണ് ദിലീപിനെ സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു വരുത്തി അതിനൊടുവിൽ നാടകീയമായ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കേരളത്തിന്റെ ശ്രദ്ധ ദിലീപിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. രാജ്യവ്യാപക ശ്രദ്ധ ഈ കേസിൽ മാത്രമായിരുന്നു. അപ്പോഴേക്കും സ്വാമിയുടെ കേസൊക്കെ തന്നെ തേഞ്ഞുമാഞ്ഞു പോയി. ലിംഗഛേദന കേസുമായി ബന്ധപ്പെട്ട് ADGPക്കെതിരെ ഉയർന്ന ഈ ആരോപണങ്ങൾ ഒരോളത്തിൽ അങ്ങ് മുങ്ങിപ്പോയി. ഒരു ചാനലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പിന്നീട് തയ്യാറായില്ല. കാര്യം റേറ്റിംഗ് ഉള്ള മറ്റൊരു വിഷയം മറുഭാഗത്ത് നിൽക്കുന്നു. പൾസർ സുനി ദിലീപിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തു. എന്തുകൊണ്ട് ADGPക്കെതിരായിട്ടുള്ള സമാനമായ ആരോപണം ചർച്ച ചെയ്യാതിരുന്നു? അതിനുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ വേണ്ടത്. ദിലീപ് കൊട്ടേഷൻ നൽകിയെങ്കിൽ അതുപോലെ തന്നെ സന്ധ്യ ആ പെൺകുട്ടിക്ക് കൊട്ടേഷൻ നൽകി എന്നുള്ള രീതിയിലുള്ള ആരോപണമാണ് സ്വാമിയും ഉയർത്തിയിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസ് അന്വേഷിച്ചതും ദിലീപിനെ അറസ്റ്റ് ചെയ്തതും ADGP സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആയതുകൊണ്ട് തന്നെ സിനിമയെ തന്നെ വെല്ലുന്ന ഒരു തിരക്കഥ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിലുണ്ടായിരുന്നോ എന്ന സംശയം പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഏറെ അലയടിക്കുന്നുണ്ട്. അതിലും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കണ്ണമൂലയിലെ പെൺകുട്ടിയുടെ വീട്ടിൽ അതിഥിയായിട്ടായിരുന്നു സ്വാമി ഗംഗേശാനന്ദ 2017 മെയ് 20 അന്ന് രാത്രിയിൽ എത്തിയ ശേഷം ആക്രമിക്കപ്പെട്ടത്. സ്വാമി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ലിംഗം മുറിച്ചുവെന്നാണ് പെൺകുട്ടി പരാതിപ്പെട്ടത്. സ്വാമിക്കെതിരെ സ്വാഭാവികമായും ബലാത്സംഗ കുറ്റത്തിന് പോലീസ് കേസെടുത്തു. മജിസ്ട്രേറ്റിന് മുന്നിലും പെൺകുട്ടി സ്വാമിക്കെതിരെയുള്ള മൊഴി കൊടുത്തു. എന്നാൽ ഗംഗേശാനന്ദ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആക്രമിച്ചുവെന്ന് ആദ്യം പറഞ്ഞ പെൺകുട്ടി പിന്നീടത് അന്വേഷണം ശക്തമായപ്പോൾ താൻ പിടിക്കപ്പെടും, തന്നിലേക്ക് തെളിവുകൾ എത്തുന്നുവെന്ന് മനസ്സിലായതോടെ മൊഴി മാറ്റി പറഞ്ഞു. സ്വാമി ആക്രമിക്കാൻ സുഹൃത്തായ അയ്യപ്പദാസുമായി ചേർന്ന പെൺകുട്ടി പദ്ധതി തയ്യാറാക്കിയെന്നും ബന്ധത്തിന് തടസ്സം നിന്ന ഗംഗേശാനന്ദയെ കേസിൽപ്പെടുത്തി ഒഴിവാക്കാനായിരുന്നു താൻ ശ്രമം നടത്തിയെന്നുമാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. ജീവൻ പോലും അപകടത്തിലാകുന്ന വിധത്തിലുള്ള ഒരു ക്രൂരകൃത്യമായിരുന്നു ആ പെൺകുട്ടി സ്വാമിയോട് ചെയ്തത്. ചോര വാർന്ന്
അന്നേ ദിവസം മരണപ്പെടുക പോലും ചെയ്തിരിക്കാം. ഗുരുതരമായി ഈ സംഭവത്തിന് ശേഷം ഒട്ടനവധി ദിവസങ്ങൾ ആശുപത്രി കയറിയിറങ്ങിയ സ്വാമിയുടെ യാതന പിന്നീട് കണ്ടതാണ്. സംഭവ ദിവസം രണ്ടുപേരും കൊല്ലത്തെ ഒരു കടൽ തീരത്ത് പോയിരുന്നാണ് ഈ പദ്ധതി തയ്യാറാക്കിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കത്തി വാങ്ങിക്കൊടുത്തത് അയ്യപ്പദാസ്. ലിംഗം മുറിക്കുന്നതിനെക്കുറിച്ച് ഗൂഗിളിൽ തന്നെ തിരഞ്ഞു നോക്കി. അന്ന് തന്നെ സ്വാമിയുടെ ലിംഗം മുറിച്ചു. പെൺകുട്ടി തന്നെയാണ് ഈ കൃത്യം നടത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. സ്വാമിക്കാകട്ടെ ബോധവും ഉണ്ടായിരുന്നില്ല. ഈ സംഭവം നടന്നപ്പോൾ തൻ്റെ ബോധം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നില്ല, പെൺകുട്ടിക്കൊപ്പം ആളുകളുണ്ടായിരുന്നു, സഹായം ലഭിച്ചു എന്ന് തന്നെയാണ് സ്വാമി ഉറപ്പിച്ചു പറയുന്നത്. അങ്ങനെയെങ്കിൽ യഥാർത്ഥ നീതി ആർക്ക് ലഭ്യമാകും? നമ്മൾ ഈ കാണുന്നതൊക്കെ തന്നെ വെറും മിഥ്യയാണോ? ആരെങ്കിലും കെട്ടിച്ചമച്ച സിനിമാ കഥകളാണോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥ പ്രതി എന്ന് പിടിയിലാക്കും? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.